ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് വെള്ളരിങ്ങാട്ട്, രാമപുരം മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജലാർദ് കണ്ണംകുളം, മറ്റ് ആം ആദ്മി പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് രാമപുരം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കോർണർ മീറ്റിംഗ് ആണ് ഈ വെള്ളാപ്പള്ളി കവലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏതാണ്ട് 2 മാസമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന, സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെ, മുടിമുറിക്കൽ സമരം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശാപ്രവർത്തകരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും, അതുപോലെ മദ്യ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്ന കേരളത്തിൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ മദ്യമാഫിയ ഒതുക്കുന്നതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും, അതുപോലെ പാതിവില തട്ടിപ്പിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആം ആദ്മി പ്രവർത്തകർ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നിപ്പം 60-ാം ദിവസമാണ് ആശാപ്രവർത്തകർ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 ദിവസത്തോളമായി അവർ നിരാഹാര സമരത്തിലുമാണ്. നമുക്കറിയാം, നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് പ്രഖ്യാപിച്ച മിനിമം തുക എന്ന് പറയുന്നത് 700 രൂപയാണ് ഒരു ദിവസം. എന്നാൽ ആശാപ്രവർത്തകർക്ക് ഇപ്പോൾ കിട്ടുന്നത് വെറും 232 രൂപ മാത്രമാണ്. അവർക്ക് ഈ 232 രൂപ കൊണ്ട് അവർക്ക് ജോലി സ്ഥലത്തേക്ക് പോകുവാനും തിരിച്ചു വരാനുള്ള യാത്രക്കൂലിയും അത്യാവശ്യമായ ചെലവുകളും കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാര്യങ്ങൾക്ക് യാതൊരു തുകയും കിട്ടുകയില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. കാരണം അവശ്യ സാധനങ്ങളുടെ വില ഓരോ ദിവസം ചെല്ലുന്തോറും ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അവരുടെ തികച്ചും ന്യായമായ ഈ ആവശ്യം അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു 3000 രൂപയെങ്കിലും ഓണറേറിയം കൂട്ടിക്കൊടുത്താൽ അവരുടെ സമരം അവസാനിപ്പിക്കാം എന്നുള്ളതാണ്. അതെങ്കിലും വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കണം, ഒത്തുതീർപ്പാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ മറ്റൊരാവശ്യമായ പാതിവില തട്ടിപ്പ്, അത് നമുക്ക് ഏവർക്കും അറിയാം. ഒരു സാധനത്തിന്റെ പകുതി വില കൊടുത്താൽ അതിന്റെ ഇരട്ടി വിലയ്ക്കുള്ള സാധനം തരുന്നതാണ് പാതിവില തട്ടിപ്പ് എന്ന് പറയുന്നത്. അനന്തകൃഷ്ണൻ എന്ന ഒരാള്, അതായത് നമ്മുടെ അയൽവക്കം ജില്ലയിലുള്ള അനന്തകൃഷ്ണൻ എന്ന വ്യക്തിയാണ് ഈ തട്ടിപ്പ് ആരംഭിച്ചത്. അയാളെ പറ്റി പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ ഏതോ ഒരു ക്ലബിന്റെ ധനശേഖരണാർത്ഥം കുറെ പിരിവ് സംഘടിപ്പിച്ച് അവിടെ മുതൽ പുള്ളി തട്ടിപ്പ് നടത്തി വന്നിരുന്ന ആളാണ്. അതിനുശേഷം അത് പിടിക്കപ്പെട്ടപ്പോൾ കുറെ നാളത്തേനെ നാട്ടിലില്ലായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞൊരു വലിയ തട്ടിപ്പുമായിട്ടാണ് പുള്ളി രംഗപ്രവേശം ചെയ്തത്. അതിന് ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും സമൂഹത്തിലെ ഉന്നത വ്യക്തികളെയും സാന്നിധ്യത്തില് കമ്പനികളുടെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പാതിവില മുടക്കി ആദ്യം തയ്യൽ മെഷീന് അല്ലെ ഓണക്കിറ്റ് 1500 രൂപയ്ക്ക് ഓണക്കിറ്റ് 1500 രൂപ മുടക്കിയാൽ 3000 രൂപയുടെ ഓണക്കിറ്റ് നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം ഈ തട്ടിപ്പ് ആരംഭിച്ചത്. തുടർന്ന് തയ്യൽ മെഷീന് 6000 രൂപ മുടക്കിയാൽ 12000 രൂപയുടെ തയ്യൽ മെഷീൻ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ ഏത് സാധനങ്ങളും ലാപ്ടോപ്പ് 20000 രൂപ മുടക്കിയാൽ 40000 രൂപ ലാപ്ടോപ്പ്, ലാസ്റ്റ് 1,20,000 രൂപയുടെ സ്കൂട്ടർ കിട്ടുന്നതിന് വേണ്ടി വെറും 60,000 രൂപ മുടക്കിയാൽ മതി എന്നും പറഞ്ഞൊക്കെയാണ് ഈ തട്ടിപ്പുകൾ അരങ്ങേറിയത്. അത് കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും പ്രൊമോട്ടർമാരെ നിയമിച്ച് അവർക്ക് 5000 രൂപയോളം കമ്മീഷൻ കൊടുത്താണ് ഈ തട്ടിപ്പ് ഇത്തരം വ്യാപകമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് ഈ തുക തിരിച്ചു നൽകുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ അത് എത്രയും പെട്ടെന്ന് അതിന് നിയമാനുസരണം അതിന്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആം ആദ്മി പാർട്ടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന ലഹരി മാഫിയയെ പറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് 2-3 വർഷങ്ങളെ ആയുള്ളൂ ലഹരി മാഫിയ ഇതുപോലെ നമ്മുടെ കേരളത്തിൽ പിടിമുറുക്കാൻ തുടങ്ങിയിട്ട്. അതായത് ഏതെങ്കിലും ഒരു ലഹരിയിൽ
കച്ചവടവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്താൽ അന്ന് തന്നെ രാത്രിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ വരികയും അത് ഞങ്ങളുടെ ആളെ അങ്ങ് വിട്ടാരെ, അവർക്കെതിരെ യാതൊരു ആക്ഷനും എടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സമ്മതിക്കുകയില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സ് വെച്ചാൽ, അതായത് ഭരിക്കുന്നവർ മനസ്സ് വെച്ചാൽ ഈ ലഹരി മാഫിയയെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ അതിന് തൻ്റെടമുള്ള ഭരണകർത്താക്കൾ നമുക്കിവിടെ ഉണ്ടാകണം. ഇവിടെയുള്ള ഭരണാധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മാഫിയകൾ ഇവിടെ തളച്ചു വളരുന്നത്. ഇതിനെതിരെയും ഈ മാഫിയയും എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് അടിച്ചമർത്തി ഇവരെ നാട്ടിലെ ലഹരി മാഫിയ രക്ഷിക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുകയാണ്. അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ആം ആദ്മി പാർട്ടി ആൾക്കാരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓക്കെ.